അവിടുന്ന് എടുത്ത തേങ്ങ തലേക്കാണ്. എന്താ ചെയ്യാ പറ? നല്ല സന്തോഷം. എന്താ കാര്യം പറ? എന്താ സംഭവം പറ? എന്റെ ഫ്രണ്ട്സ് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഗെറ്റ് ടുഗദർ ആണ് ഗൈസ്. ഇവിടെ വന്നോ? യാ മൈ ഗോഡ്, എന്താ ചെയ്യത്? പെരറിയുമോ? കിട്ടിയോ? ആ വിരല് പോയിട്ടുള്ളൂ. ജസ്റ്റ് കഴിഞ്ഞു. ഫ്രണ്ട്സ് ദിയ മോളെ ഗെറ്റ് ടുഗദർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഗെറ്റ് ടുഗദർ സ്റ്റാർട്ട് ചെയ്യാണ്. പപ്പ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല, ഒരു പോയി നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഗെറ്റ് ടുഗദർ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളെല്ലാവരും പേര് പറയട്ടോ, ഒന്നുകൂടി പറഞ്ഞോ. റീം, ലെന, ഫിസ, പിസയോ ആണോ? ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാണ്. ഞങ്ങള് പാട്ട് കേട്ടു, ഡാൻസ് കളിച്ചു. കഴിച്ചോ? ഞാൻ പോവാണ് കേട്ടോ, കുറ്റമറയ്ക്ക് പോവാം കേട്ടോ. നിങ്ങൾ ഫുഡ് കൊണ്ടുവരാം. ഇതിൽ ഉണ്ട്, ഫുഡ് ഉണ്ട്, എടുത്ത് കഴിച്ചോ. പെപ്സീസ് ഇതിലുണ്ട്, ഏതിൽ ഫ്രിഡ്ജിലുണ്ട്, വെള്ളം അവിടെ ഉണ്ട്. എന്നാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ദിയമോള് ഇതെല്ലാവരുടെ പ്ലേറ്റും അടുക്കി കൊണ്ടുപോയിട്ട് അവിടെ റോഡിൻ്റെ അവിടെ കേട്ടോ. ഓക്കെ, എന്നിട്ട് ദിയമോൾ തന്നെ ഇതൊക്കെ വൃത്തിയാക്കണം, തുടച്ച്. ഓക്കെ, അപ്പം എന്നാൽ കഴിച്ചോ. ശരി, പോയിട്ട് വരാം. ബൈ. ഇവിടെ പിടിക്ക് മതി. ഓരോ നിമിഷവും നിറയുന്നു നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ. ഇതെന്താണ്? Get together in my house. You are my best friend. You want to come my house. അത് ഞാൻ അപ്പോൾ എഴുതിയതാണ്. Thank you and welcome to my house. I love you. Reen, Lena, Fiza and Reen. അപ്പൊ നിങ്ങൾ ഗെറ്റ് ടുഗദർ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ എന്താ നിങ്ങൾ ഉണ്ടാക്കിയ? ഞാൻ ഉണ്ടാക്കിയതോ? കുറെ സ്നാക്സും ഉണ്ട് കേട്ടോ. എന്തൊക്കെ സ്നാക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഗെറ്റ് ടുഗദർ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ പോയിട്ട് അമ്മേനെ കൂട്ടി വരാം കേട്ടോ. ഒന്നുള്ള ഇവിടെ മാനേജ് ചെയ്തോളേ. എന്താ ഞങ്ങളുടെ പഴയ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാണ്. കുടിച്ചിരിക്കണം. നല്ല വൈബാണ് കേട്ടോ. ഫിസനെ കാണുന്നില്ല. ഞങ്ങള് ഇത് വാച്ച് ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളിവിടെ മൈൻക്രാഫ്റ്റ് കൊണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈൻക്രാഫ്റ്റ്. അത് വേപ്പർ ലോഡ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറോമി കളിക്കും. കുറോമി എന്താണെന്ന് എല്ലാവരും പറയുന്നുണ്ടാവും. അതൊരു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക
കണ്ടോണ്ടിരിക്കണം, മൈൻക്രാഫ്റ്റും കണ്ടോണ്ടിരിക്കണം കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാൻ പോകും. മൈൻക്രാഫ്റ്റിൽ ബ്ലഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് കുറച്ച് മൂടി ഇങ്ങനെ ഇരിക്കണം. മൈൻക്രാഫ്റ്റിന്റെ പ്രേതത്തിന് കേട്ടോ കാണുന്നത്. ഞങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. എന്താ പറയാനുള്ളത്, ആർക്കും പൊട്ടിക്കാൻ പറ്റില്ല. ആ മരം ബെഡ് റോക്ക് ആണ്. ആർക്കും പൊട്ടിക്കാൻ കഴിയില്ല. എനിക്ക് മറ്റേ പിക്കാക്സ് കിട്ടി, അയൺ പിക്കാക്സ്. കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റോൺ പൊട്ടിച്ച് കഴിഞ്ഞാല് സ്റ്റോൺ പൊട്ടിക്കാൻ കുറെ പാടാണ്. ആദ്യമായിട്ടാണ് എനിക്ക് ഇത് കിട്ടണം. അപ്പൊ ഇത് ഒന്നും കിട്ടൂല. എന്നിട്ട് ഇതും കൊണ്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അതാണ് ഇത്. അപ്പൊ ഗൈസ് ഓക്കെ, ഇതിത്തൊരു സ്പൈഡർ ഉണ്ടല്ലോ. ഇതിത്തൊരു സ്പൈഡർ ആണ്. ഇങ്ങനെ ബൾക്ക് കൊടുത്തിട്ട് കാണിച്ചത്. ഇങ്ങനെ നല്ല പോലെ ഓള് അവിടുന്ന് ഒരു മണ്ടി വന്ന ആ സ്പൈഡറിനൊന്നും കാണുന്നില്ല. കണ്ടോ, ഇവിടെ കുളത്തി വെച്ചതേന്നു. കണ്ടോ, നിങ്ങളെല്ലാരും കാണുന്നുണ്ടോ? അതെ, ഇതെന്തത്? ഓക്കെ, എൻ്റെ ഫാൻസിനോട് എനിക്കറിയില്ല ഇതെന്താണ്. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കണേ നിക്കാണ് പെണ്ണേ, നിക്കാണ് കൂട്ടുന്നതാക്കണേ. എന്താണ് അൻകുട്ടിക്കാൻ അറിയില്ലേ? ഫ്രണ്ട്സ്, നാളെ ഫിസേന്റെ ബർത്ത്ഡേ ആണ്. ഫിസ ആരാന്ന് അറിയുണ്ടാവും. ഫിസേന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് കേട്ടോ ഫെമിൻ മാജിക്ക്. എനിക്ക് ഫാൻസി സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അത് ഞങ്ങൾ വാങ്ങാൻ പോവാണ് ഗൈസ്. ഞങ്ങള് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണുണ്ട് ഫ്രണ്ട്സ്. ഞങ്ങൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ലോട്ടിട്ടു, എനിക്കൊരു കുട്ടീൻ്റെ പേര് കിട്ടി. ആകെ 6 ഗേൾസ് ഉള്ളൂ. ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ടാണ്. ഞാൻ ആ പേര് ഇവിടെ പറയണില്ല, കാരണം ചിലപ്പോൾ അഥവാ കണ്ടു കഴിഞ്ഞാൽ പൊളിയും ഗൈസ്. സോ ഞാനും അവൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ അങ്ങാടിയിലെത്തിയിരിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു കട പോലും തുറന്നിട്ടില്ല ഗൈസ്. ബേക്കറി മാത്രം തുറന്നുണ്ട്. അടച്ചു ഗൈസ്, ഫാൻസി അടച്ചു. അവരൊക്കെ എപ്പോ പോയി? അതാണ് ഗൈസ്, പൊട്ടിപ്പോയി. സോ നമുക്കൊരു നൈറ്റ് റൈഡ് ആയി ഗൈസ്. വെറുതെ കെട്ടിയൊരിക്കും പോകുന്നു. നാളത്തെ ഗിഫ്റ്റ് മറ്റന്നാൾ കൊടുക്കാൻ പോകും. ഞങ്ങള് ക്രിസ്മസ് ഗിഫ്റ്റ് മറ്റന്നാൾ കൊടുത്തോളാം. ഞാൻ ഫ്രൈഡേ എല്ലാവരും പറഞ്ഞായിരുന്നു, മൺഡേ എല്ലാവരും കൊണ്ടുവരാം. മിക്കവാറും കുട്ടികൾ മറന്നുണ്ടാവും. സോ നമുക്ക് നാളെ മറ്റന്നാളാക്കാം. മഞ്ഞുമലക്കാട്ടിൽ കുഞ്ഞുകുളം കൂട്ടിൽ കണ്ടിളം പൈങ്കിളികൾ കുളിരണിഞ്ഞു മെല്ലെ ഒരിട്ടും പറന്നിടാവോ ചെമ്മരിയാട്ടുള്ള മലച്ചെരുവിൽ നല്ല ചെമ്പനം മണക്കുന്ന താഴ്വരയിൽ. ഇവർ കളിയൊക്കെ കഴിഞ്ഞു, കുറെ റീലൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ റീൽസ് എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കാരണത്താൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, റീൽസ് പഠിച്ചില്ലേ? അപ്പം നമ്മൾ ഇനിയും സന്ധ്യ ആവാറായി. അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് ചായ കുടിക്കാൻ പുറത്തേക്ക് പോവാം.
നടക്കുള്ളൂ. ഇതാണ് കൂട്ടത്തിലെ ചെറിയ വാവ. അവിടെ പോയിട്ട് എന്താ വേണ്ട വെച്ചാ പറയും. അവിടെ പോയിട്ട് എന്താ വേണ്ട വെച്ചാ പറയും. അവിടെ ചെന്നിട്ട് എന്താ വേണ്ട വെച്ചാ പറയും. എടുക്കണമെന്നുണ്ടോ? നാണല്ലല്ലോ കഴിക്കാൻ. അവിടുന്ന് എടുത്ത തേങ്ങ തലേക്കാണ്. ഞാൻ ശബ്ദം കേട്ടിട്ട് ഓർമ്മ വന്നാണ് ഗൈസ്. അത് വന്നാൽ തന്നെ വായിക്ക് തിരികെയായി. ബർത്ത്ഡേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഫ്രണ്ട്സ്, ഇവർക്ക് രണ്ടുപേർക്ക് നാളെ ഡിക്റ്റേഷൻ ഉണ്ട്. മലയാളം, ഹിന്ദി, EVS. അപ്പൊ അവര് പഠിക്കാൻ പോവാണ് കേട്ടോ. കേട്ടിട്ട് തന്നെ ഇവർക്ക് തല ഇറങ്ങുന്നു. അപ്പൊ ഇവര് പഠിക്കാണ് കേട്ടോ. ഇവരാണ് ടീച്ചേഴ്സ്. ഇവരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇത് കുട്ടി ടീച്ചർ, അടിക്കുന്ന ടീച്ചർ, അടിക്കാൻ മാത്രമാണ്. ടീച്ചർ വന്ന് ഇങ്ങനെ കുഴങ്ങിയിരിക്കാണ് ഗൈസ്. ഇവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യണത്. പറഞ്ഞോ. നാളെ ഹിന്ദി മിസ്സിന്റെ അടുത്ത് അടിയുണ്ട്.